ഇന്ന് നമുക്ക് വളരെ രുചിയായിട്ടുള്ള ഒരു ചിക്കൻ പൊറോട്ട റോള് തയ്യാറാക്കിയെടുക്കാം. ഇത് കുറച്ച് ഹെവിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്നാക്സ് ആയിട്ട് മാത്രമല്ല രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പപ്രിക പൗഡർ അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിന് പകരം ടൊമാറ്റോ അരച്ചത് വേണമെങ്കിലും ചേർക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ഗാർലിക് പൗഡറിനും ജിഞ്ചർ പൗഡറിനും പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര്, പിന്നെ 1 ടേബിൾ സ്പൂൺ തേൻ. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ചിക്കനിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 100 ഗ്രാമോളം മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതെല്ലാം വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് കട്ട് ചെയ്തത് അല്ലെങ്കിൽ മല്ലിയില ചേർക്കാം. പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഫ്രോസൺ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുക്ക് ചെയ്ത പൊറോട്ടയാണ് ഉള്ളതെങ്കിൽ അതിൽ വെച്ചിട്ടും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പൊറോട്ട വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസും പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് നല്ലോണം തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിന് പകരം മയണൈസ് യൂസ് ചെയ്യാം. ഏറ്റവും അവസാനം കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊറോട്ട ഇതുപോലെ മടക്കി വെച്ചിട്ട് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതങ്ങനെ ഒട്ടി നിൽക്കണം. ആ ചീസൊക്കെ ആയിട്ട് ഇതുപോലെ ഒട്ടി നിൽക്കണം. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ പ്രസ് ചെയ്ത് ചീസ് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട ഭാഗം കൂടി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്